രാഹുലിനെ പുറത്താക്കാൻ കോൺഗ്രസ് കുറച്ച് കാത്തുനിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നേരത്തെ വേണ്ടതായിരുന്നില്ലേ? അല്ല, അത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായ ചില കാലതാമസങ്ങളുണ്ട്. കാരണം ഇതൊരു വ്യക്തിയല്ല, ഒരു നേതൃത്വം കൂട്ടായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ എങ്കിൽ തന്നെയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭിന്നമായിട്ട് തീരുമാനമെടുത്തു. കാര്യങ്ങൾ അത് വ്യക്തമായ ഒരു പരാതി, ഒരു കൃത്യമായ പരാതി പോലീസിൽ എത്തിയിട്ടില്ല, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊക്കെ മുമ്പ് തന്നെ ഈ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ മാതൃക കോൺഗ്രസ് കാണിച്ചിരുന്നു. പക്ഷെ അതിനെ തുടർന്നുള്ള നാളുകളിൽ കോൺഗ്രസിലൊരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെല്ലാം അദ്ദേഹത്തെ വെള്ളപൂശാൻ ആരംഭിച്ചു. ഒരു വിഭാഗം നേതാക്കന്മാരെങ്കിലും അദ്ദേഹത്തോട് ആരോ അനീതി ചെയ്തു എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. രാഹുലാകട്ടെ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പഴയപടിയായി, തനിക്കെതിരെ പരാതിയൊന്നുമില്ല, തനിക്കെതിരെ പ്രശ്നങ്ങളൊന്നുമില്ല, തനിക്ക് പഴയതുപോലെ MLA ആയി പഴയ പ്രതാപത്തിൽ വാഴാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹം സംസ്ഥാന കായികമേള നടക്കുമ്പോൾ അതിൻ്റെ വേദിയിൽ വരുന്നു. അതുപോലെ തന്നെ അവിടെ കുറേ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പണമെടുത്ത് അതിൽ ചില സിനിമാ നടിമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ മുഖ്യാതിഥികളാക്കി. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ആദരവൊക്കെ പിടിച്ചു പറ്റി അദ്ദേഹം ഒരു രക്തസാക്ഷി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ കൃത്യമായ പരാതി ഉണ്ടാകും. നമ്മൾ നോക്കുക, നേരത്തെ ഒരു പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് രൂപീകരിച്ചിട്ട് അവർ ഇപ്പോൾ പരാതി പറഞ്ഞ ആളുകളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും പറയാതിരുന്ന ആളുകൾ വളരെ കൃത്യമായി പരാതി പറയുന്നു. ഇപ്പോൾ കൃത്യമായി പരാതി വരുന്നു, കൃത്യമായ പരാതിക്കാർ വരുന്നു. അതിഗുരുതരമായിട്ടുള്ള മനുഷ്യരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ പരാതികൾ രാഹുലിനെതിരെ വരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേടിയൊരു മേൽക്കൈ ഈ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അവർ കാര്യങ്ങൾ കുറേ വെച്ച് താമസിപ്പിക്കുന്നു. അങ്ങനെ വെച്ച് താമസിപ്പിച്ച് അവസാനം ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളെ പിന്തുണയ്ക്കുന്ന ആളുകളും പാർട്ടിക്കും സംഘടനാ സംവിധാനത്തിനും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി പരമാവധി ഡാമേജ് ഉണ്ടാക്കുന്നു. ആ ഡാമേജിൻ്റെ അപ്പുറം തനിക്കിനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പതനത്തിലേക്ക് രാഹുൽ പോവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വെച്ച് താമസിപ്പിക്കേണ്ടായിരുന്നു. എന്തായാലും വൈകി എടുത്ത തീരുമാനം. ഇപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചു. നിമിഷങ്ങൾക്ക്, ഏതാണ്ട് 2 നിമിഷങ്ങൾക്ക്, നമ്മുടെ റിപ്പോർട്ട് പറഞ്ഞതുപോലെ 2 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പുറത്താക്കി. പക്ഷേ ഈ വിവേകം കുറച്ച് വൈകിപ്പോയി, കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഈ ജാമ്യാപേക്ഷയിലെ തീരുമാനം അറിയാൻ കാത്തു നിന്നതുപോലെയാണ് നമുക്ക് കേട്ടത്. അങ്ങനെയാണ് തോന്നുക. അങ്ങനെ ഒരു തീരുമാനം ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? കോൺഗ്രസിനകത്തെ എല്ലാ കാലത്തെയും പ്രശ്നം അത് തന്നെയല്ലേ, ചിലരുടെ താല്പര്യം സംരക്ഷിക്കുക. അത് തന്നെയല്ലേ ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മൾ ദിവസങ്ങളായി കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒബ്സർവറായിട്ടുള്ള ദീപാദാസ് മുൻഷി വളരെ കൃത്യമായി രാഹുലിനെതിരായിരുന്നു. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ സ്വരം KC വേണുഗോപാലിലൂടെ പലവട്ടം നമ്മൾ അറിഞ്ഞതാണ്. VD സതീശൻ്റെ അഭിപ്രായം എല്ലാ കാലത്തും ഒരേ അഭിപ്രായമാണ്, രാഹുലിനൊരു ദാക്ഷിണ്യം അറിയിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. K മുരളീധരനെ പോലുള്ള ആളുകൾ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ, രമേശ് ചെന്നിത്തലയൊക്കെ എന്ന് കൃത്യമായ നിലപാട് പറഞ്ഞു, VM സുധീരൻ പറഞ്ഞു. പക്ഷേ ഇതിനിടയിലും മൗനമായ ഒരു ഭാഗത്തിരിക്കുകയും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ കടന്നൽ കൂടുകളെ, സൈബർ ഗുണ്ടകളെ തോന്നുകൊണ്ടുകൊണ്ട് രാഹുലിന് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. അത് കാണാതിരുന്നുകൂടാ. കാരണം ആ ഒരു വിഭാഗം അവരൊരു ഭാഗത്ത് രാഹുലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ അവരുടേതായ കുറേ ആളുകൾ, അവർ ചലിപ്പിക്കുന്ന കുറേ ആളുകൾ വന്ന് അത് VD സതീശനെ ഈ പ്രശ്നം VD സതീശൻ രാഹുലിനെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു എന്ന തരത്തിൽ പോലുമുള്ള തരത്തിലുള്ള ഒരു തരം നീചമായ സൈബർ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഈ തരത്തിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തെ, പ്രഖ്യാപിത നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കുമ്പോഴും അവരൊന്നും അത്ര എളുപ്പത്തിൽ അതിലേക്ക് വിടാതെ ഇതിനിടയിലെല്ലാം പ്രവർത്തിച്ച് പാർട്ടിക്കും വാസ്തവത്തിൽ പാർട്ടിക്ക് നേതൃത്വം ഉണ്ടാക്കാമായിരുന്ന കുറേ നേട്ടങ്ങൾ, രാഷ്ട്രീയമായ അഡ്വാൻറ്റേജുകളെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച കുറച്ച് ആളുകളുണ്ട്. അവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇനിയും മുന്നോട്ടായാലും പാർട്ടിയുടെ നേതൃത്വം കൂട്ടായെടുക്കുന്ന തീരുമാനങ്ങളെ പോലും വൈകിക്കാനും അതിന് പാരവയ്ക്കാനും അതിനെ ടെസ്റ്റ് ചെയ്യാനും വ്യക്തികൾക്കനുസരിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് വലിയ ദുരന്തമാകും ഉണ്ടാകുക. ശരിയാണ് താങ്കൾ പറഞ്ഞത്. 2 ബലാത്സംഗ കേസുകളിലെ പ്രതിയാണ് രാഹുൽ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്ന്, ഈ അടുത്ത നാളുകളിലാണ് അറിഞ്ഞത്. ആ കുട്ടിയുടെ പരാതി വന്നു, KPCCക്ക് വന്നു, അത് പിന്നെ പോലീസിന് കൈമാറി എന്നൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളാണ് കേട്ടത്. പക്ഷേ ആദ്യത്തെ പരാതി അങ്ങനെയല്ലോ. പരാതി പോലീസിലേക്ക് പോയതൊക്കെ പിന്നീടാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാസങ്ങളായി ലൈവിലുണ്ട്. പ്രമുഖ നേതാക്കൾ എല്ലാം
പ്രതിക്കൊപ്പമല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടേയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ. ഉചിതമായ സമയത്ത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും എന്ന് പറയുന്നു വി.ഡി. സതീശൻ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് കെ. മുരളീധരൻ പറയുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് വനിതാ നേതാക്കളൊക്കെ പറയുന്നു. എന്നിട്ടും KPCC പ്രസിഡന്റിന് മൗനമായിരുന്നു. അദ്ദേഹം ഞങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഉചിതമായ സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴുകുകയായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. ACCയെ അറിയിച്ച കാര്യമാണ്. ACCയുടെ ഭാഗത്തു നിന്നും KPCCക്ക് തീരുമാനിക്കാമെന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ വന്നത് എന്നാണ് അറിയുന്നത്. എന്നിട്ടും വൈകിപ്പിച്ചെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ഈ പ്രശ്നം തന്നെയല്ലേ ആദ്യം പരിഹരിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം പാർട്ടിയുടെ പാർലമെൻ്ററി സംവിധാനം ഒന്നടങ്കം ഇദ്ദേഹത്തിന് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ അസംബ്ലി സമയത്ത് മറ്റ് MLA-മാർ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ നേതൃത്വം കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്തിലാകട്ടെ അറിയപ്പെടുന്ന നേതൃത്വം മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ KPCCയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു അവധാനതയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം അത്തരത്തിൽ രാഹുലിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ആരും പാർട്ടിക്കുള്ളിലോ പുറത്തോ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പൊതുമണ്ഡലത്തിൽ പോലും രാഹുലിന് വേണ്ടി ശബ്ദിച്ചിരുന്നത് മറ്റൊരു രാഹുലാണ്. രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൻ്റെ പേരിൽ ജയിലിലാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പാർട്ടിക്ക് മെച്ചപ്പെട്ട രീതിയിൽ തീരുമാനമെടുക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ നോക്കും, പ്രത്യേകിച്ച് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട സമാനമായ കേസുകളുണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും ഒരു സ്ഥാനവും രാജിവെക്കാതെ ഈ അന്വേഷണം ഏതോ വഴിക്കായി പോയി അവരെല്ലാം സ്വയം രക്ഷപ്പെട്ടു നടക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് കേരള സമൂഹത്തോട് ഞങ്ങൾ രാഹുലിനെതിരെ കൃത്യമായ മാതൃക കാണിച്ചു, ഞങ്ങൾ വേറിട്ടൊരു പാർട്ടിയാണ്, ഞങ്ങൾ വേറിട്ടൊരു രീതിയിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വനിതകളുടെ എണ്ണം നോക്കിയാൽ, വനിതാ വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ആൾക്കാരാണ്. ഒരു സമൂഹത്തിന്റെ പകുതിയിലധികം ജനങ്ങളോട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളുടെ കൂട്ടിൽ നിന്നൊരാൾ നിങ്ങൾക്കെതിരായിട്ടൊരു അതിക്രമം കാണിച്ചപ്പോൾ ആ ആളുടെ കൂടെയല്ല, ആ ആളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞങ്ങൾ നടപടിയെടുത്ത് പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സ്ത്രീ വോട്ടർമാർക്ക് കോൺഗ്രസ് കൊടുക്കുന്ന സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള, ഐക്യദാർഢ്യത്തെ സംബന്ധിച്ചിടത്തുള്ള, നീതിബോധത്തെ സംബന്ധിച്ചിടത്തുള്ള വളരെ കൃത്യമായിട്ടൊരു സന്ദേശമാവുമായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് കാര്യം. എല്ലാ രോഗങ്ങൾക്കും ഒരേ ചികിത്സാ രീതി അല്ലല്ലോ പതിവ്. ഗുരുതരമായ രോഗമാണെങ്കിൽ അത് മനസ്സിലായാൽ പിന്നെ ചികിത്സ താമസിപ്പിക്കരുത്, അതാണ് ഒരു രീതി. പക്ഷേ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് രോഗത്തിൻ്റെ തീവ്രത അത്ര പെട്ടെന്നും പിടികിട്ടില്ല, അല്ലെങ്കിലും പിടികിട്ടിയാലും അങ്ങനെയല്ല എന്ന പോലെ അങ്ങ് അഭിനയിക്കും. അതാണ് എനിക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നിപ്പോൾ പറഞ്ഞു, ശരിയാണ് രാഹുലിനെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങളൊക്കെ കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. രാഹുലിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നു. ACCയുടെ ഭാഗത്തു നിന്ന് പോലും നിലപാടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്നത്? അത് വി.ഡി. സതീശനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് മനസ്സിലാവുന്നത് KPCCയുടെ ചില ഉപാധ്യക്ഷന്മാരിൽ നിന്ന് തന്നെ KPCC ഭാരവാഹികളിൽ നിന്ന് വരെ വലിയൊരു സമ്മർദ്ദം, ഒരുപാട് തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കേണ്ട തരത്തിലുള്ള സമ്മർദ്ദം പ്രസിഡന്റിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുക, ഇത് കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേക സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങളുടെ കാര്യത്തിൽ തീവ്രത അളക്കാനുള്ള മെഷീനുമായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലെ പോലും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വനിതാ നേതാവ് പറയുന്നത് രാഹുലിൻ്റെ കാര്യത്തിൽ തീവ്രത കൂടുതലാണ്, എന്നാൽ സമാനമായി സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ തീവ്രത കുറവാണ്. അപ്പം ഇങ്ങനെ ഈ തീവ്രതയുടെയൊക്കെ ഈ ഒരു മനുഷ്യൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നാട്ടിൽ ഒരു പരാതി ഉണ്ടായാൽ, ഒരു അനീതി നടന്നാൽ ആ അനീതി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടണം, അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം, അത് കോടതിയിലെത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെട്ട് കുറ്റം ചെയ്തതാണ് ശിക്ഷിക്കണം. ഇത് മാത്രമാണ് ഇത്തരം കേസുകൾ നടക്കേണ്ടതും ഇനി മേലെ നടക്കാൻ പോകേണ്ടതും. അതിന് മറിച്ച് ഇത് ജനങ്ങൾ തന്നെ, ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ തീവ്രത എത്രയാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നിയമ സംവിധാനം വേണ്ട, നമ്മുടെ പോലീസ് വേണ്ട, നമ്മുടെ ഒരു അന്വേഷണ ഏജൻസികൾ വേണ്ട, ഇത് കോടതി വേണ്ട. ഇത് മറിച്ച് ഇങ്ങനെ ഈ തീവ്രത അളക്കുന്ന ഒരു രീതി, ഇതൊരു പുരുഷാധിപത്യത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെ, അതുപോലെ തന്നെ തുല്യനീതിയുടെ അഭാവത്തിൻ്റെ, അതുപോലെ ഒരു മനുഷ്യർക്ക് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട നീതിയെ
പ്രതിയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇവിടെ നോക്കുക, പ്രതി സാധാരണക്കാരനല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന MLA ആയ ഒരാളാണ്. സമീപകാല കേരള രാഷ്ട്രീയത്തിൽ വളരെ വാക്ചാതുരി കൊണ്ട് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്ന് ഒരുപാട് ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. നന്നായി കൃത്യമായി രാഷ്ട്രീയം പറയാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ആവർത്തിച്ചു വരുന്ന ലൈംഗിക പീഡന കേസുകളിലെ ഒരു പ്രതിയാണ്. അയാൾക്കത് കൃത്യമായ സോളിഡായ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. ഈ കേസുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നോക്കാവുന്ന മറ്റൊരു കാര്യം നോക്കൂ, അയാൾ ഈ ആരോപണങ്ങളിൽ നിന്ന് മറുപടി പറയാതെ പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ മറ്റുള്ള ആളുകളോട് സമാനമായ സാഹചര്യങ്ങളിൽ കൃത്യവും നിശ്ചിതവും കണിശവുമായി ചോദ്യം ചോദിച്ചിരുന്ന ഒരാളാണ് ഈ രാഹുൽ എന്ന് പറയുന്നതാണ്. ഈ ആള് കോടതിയിൽ പോകാതെ, കീഴടങ്ങാതെ, നിയമത്തിന് മുമ്പിൽ വരാതെ അയാൾ വേഷം മാറി സഞ്ചരിക്കുന്നു, കാറ് മാറി സഞ്ചരിക്കുന്നു, ഏതൊക്കെയോ നാട്ടിൽ പോകുന്നു. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തുപെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിനിധി, ഒരു ഭാവിയിലെ കേരളത്തിന്റെ എത്രയോ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമെന്ന് ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ടവരാണ്. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അയാളുടെ പ്രസ്ഥാനത്തിനുമുണ്ട് അതിൽ പങ്ക്. ആദ്യമായല്ലോ ഇങ്ങനെ തുടങ്ങിയത്. ഇപ്പോൾ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ പരാതി ഒന്നുമില്ല, കേസൊന്നുമില്ല. എന്നിരുന്നാലും കോൺഗ്രസ് ഒരു നടപടിയെടുത്തു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് വലിയ ധാർമ്മികതയായൊക്കെ പറഞ്ഞു. കോൺഗ്രസ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. CPM-ൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും സ്വർണ്ണക്കവർച്ച കേസിൽ ശബരിമലയിൽ പത്മകുമാറിനെതിരെ ഒന്നും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നിലപാടും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുകേഷിൻ്റെ കാര്യത്തിലൊക്കെയുണ്ട്. അക്കാര്യത്തിലൊക്കെ കോൺഗ്രസ് ചെയ്തത് ശരിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് വലിയ കാര്യത്തിൽ പറയുന്നുമുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ടോ നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ ആദ്യ ദിനം രാഹുൽ എത്തുകയാണ്. അത് കഴിഞ്ഞു. അന്ന് രാഹുൽ വരേണ്ട കാര്യമേ ഇല്ല സഭയിൽ. അത് വേണമെങ്കിൽ പാർട്ടിക്ക് വിലക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അത് ആർക്ക് വേണ്ടിയാണ് അന്ന് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ പല തർക്കങ്ങളും നടക്കുന്നുണ്ട്, പല ചർച്ചകളും നടക്കുന്നുണ്ട്. പിന്നെ പാലക്കാട്ടേക്ക് പോയി. അവിടെ പോയി നടന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. രാഹുൽ ഇല്ലെങ്കിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുക? എന്തോ സംഭവിക്കുമെന്ന പോലെയാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം അന്നും ഇന്നും പ്രവർത്തിക്കുന്നത്. രാഹുൽ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള PR വാക്കുകൾ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? പൊതുജനം മണ്ടന്മാരല്ല. ഇതിനകത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാഹുലിനെ പോലെ ഒരാളെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ മാറ്റി. ഒന്നാമത്തെ കാര്യം നല്ല കാര്യം തന്നെ. രണ്ടാമത് അദ്ദേഹത്തെ നിയമസഭാ കക്ഷികളിൽ നിന്ന് മാറ്റി സ്പീക്കർക്ക് കത്ത് കൊടുത്തു. വലിയ കാര്യമാണ്. മൂന്നാമത് അദ്ദേഹം അസംബ്ലിയിൽ വന്നു. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. കാരണം പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക്, പാർട്ടിയുടെ നിയമസഭയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക്, അയാൾ വ്യക്തി എന്ന നിലയിൽ MLA ആയിരിക്കുകയാണ്. അയാളെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചു പുറത്ത് അയാൾ മാറി നിൽക്കാൻ ആവശ്യപ്പെടാം, രാജിവെക്കാൻ ആവശ്യപ്പെടാം. ഇപ്പം തന്നെ നമ്മളിപ്പോൾ സ്ക്രോളുകളിൽ കണ്ടത് സംസ്ഥാനത്തുള്ള UDF-ൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നു, നിശ്ചയമായിട്ടും രാഹുൽ ഈ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനേ പറ്റുള്ളൂ. പക്ഷെ മറുവശത്ത് ഈ രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഒരു ധാർമ്മികതയെ വിവേചനത്തോട് താൻ ഇനിയും ഈ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കണമെന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് വന്ന് വലിയൊരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു വഴിയാക്കിക്കൊണ്ട് അദ്ദേഹം പാലക്കാട് പോകുന്നു. പാലക്കാട് കുറച്ച് ആളുകൾക്ക് എന്തും ഈ CSR കമ്പനികളുമായി ബന്ധപ്പെട്ട് വീടുകൾ വെച്ച് കൊടുക്കുന്നു. അത് കുറേ സിനിമാ താരങ്ങളെ കൊണ്ടു നിർത്തുന്നു. അങ്ങനെ വലിയൊരു PR എക്സസൈസും നടത്തി. അതിൽ കുറേ കോൺഗ്രസ്സുകാരെയൊക്കെ ചേർത്ത് നിർത്തി ഞാൻ കോൺഗ്രസ്സിലാണ് എന്ന തരത്തിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനും, താൻ എവിടെയും പോയിട്ടില്ല, താൻ ഇവിടെ തന്നെയുണ്ട്, തൻ്റെ പേരുള്ള എല്ലാ കുറ്റാരോപണങ്ങൾക്കും അപ്പുറം താൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ ജനങ്ങൾക്കൊപ്പം നിന്ന് ഇതേ പാർട്ടിയിലാണെന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പാർട്ടി പുറത്ത് കളഞ്ഞ, പാർട്ടി ഒരു തിരിച്ചെടുക്കാനുള്ള ദിവസം പോലും സെറ്റ് ചെയ്യാതെ പുറത്തേക്ക് വിട്ട ഒരു മനുഷ്യൻ അങ്ങനെ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോം കോൺഗ്രസ് ഒരു കാലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത് ഉണ്ടാക്കി കൊടുത്ത ആളുകൾ, കാരണം ഒരുപാട് ആളുകൾ കോൺഗ്രസിൻ്റെ ഒരുപാട് പ്രാദേശിക നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഇലക്ഷൻ പ്രചരണത്തിൽ പോലും ഔദ്യോഗികമായി പാർട്ടിയുടെ നേതാവിനെ പോലെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ കാണിച്ച ആ അമിതാവേശം തന്നെയാണ് ഒരു സമയത്ത് അദ്ദേഹത്തിന് പരാതി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്ന ഇരകളായിട്ടുള്ള മനുഷ്യരെ പോലും മാറി ചിന്തിപ്പിക്കാനും ഇദ്ദേഹത്തിന് കൃത്യമായ നടപടി ഉറപ്പാക്കാനും പ്രേരിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഈ ഒരു അമിതാവേശം കാണിച്ച വില കൂടി രാഹുൽ ഇവിടെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് വേണം ഈ കാര്യങ്ങളുടെ പോക്ക് വേണം മനസ്സിലാവാൻ. പിന്നെ എന്തു തന്നെ ആയാലും വലിയ പ്രതീക്ഷകളുടെ ഒരു നേതാവ് വളരെ ദയനീയമായി, വളരെ നാണം കെട്ട് അയാൾ അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞുമാൻ ഇത്രയും ദൂരം പോയി. ഇത്രയും ദിവസം കോടതിയിൽ വലിയ വാദങ്ങൾ നടന്നു. ആ വാദങ്ങളുടെ അപ്പുറം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തുകൊണ്ട്, നിരാകരിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകാത്തത് എന്ന് വേണം മനസ്സിലാക്കുക. ഈ ശബരിമല കൊള്ള മറച്ചു പിടിക്കാൻ CPM ഏതറ്റം വരെയും പോകും, അതിൽ തർക്കമൊന്നുമില്ല.
അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനു വേണ്ടി കോൺഗ്രസ് അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് നേരത്തെ തന്നെ രാഹുലിനെതിരെ പരാതി വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കൊക്കെ അറിയാം ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നവർക്കറിയാം. ഈ പരാതി പലതും അവർക്ക് മുൻപ് കിട്ടിയിട്ടുള്ളതാണ്, അതൊക്കെ അവർക്ക് അറിയുന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ വിധി വന്ന സമയത്ത് പുറത്താക്കിയത് അന്നേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വിലയാവുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്. അത് ഒഴിവാവുകയാണ് ഉണ്ടായത് ഇപ്പോൾ. തീർച്ചയായിട്ടും. കാരണം ഈ ശബരിമല വലിയൊരു ഇഷ്യൂ ആയിട്ട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളമായി കത്തു നിൽക്കുന്നു. സാധാരണ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെ പ്രാദേശിക വിഷയങ്ങളിലാണ് ചർച്ച ചെയ്യപ്പെടുമെങ്കിലും ശബരിമല വലിയൊരു വൈകാരിക ഇഷ്യൂ ആണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനും ശബരിമല ക്ഷേത്രവും എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യധാര നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു മതത്തിനൊക്കെ അപ്പുറത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ശബരിമലയിലെ സ്വർണം അല്ലെങ്കിൽ ശബരിമലയുടെ സ്വത്ത് അന്യാധീനപ്പെടുക, അത് പകൽക്കൊള്ളയ്ക്ക് വിധേയമാക്കപ്പെടുക, കുറേ ആൻറ്റി സോഷ്യൽസ് അവിടെ കയറി ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ പറയുന്നൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭരണ സംവിധാനം ഇല്ലാതാവുന്നതിന് തുല്യമായ അവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം കാണിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ജയിലിലേക്ക് പോകുന്നു. അത് ഭരണകക്ഷിക്കാരായ ആളുകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ജയിലിലേക്ക് പോകുന്നതും പാർട്ടി പോലും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതൊക്കെ കേരളം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രതിപക്ഷത്തിനാണ്. വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്, ഏറ്റവും വലിയ ടൂളായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഈ അറസ്റ്റുകളും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും. അപ്പം അതൊന്നും ഉപയോഗപ്പെടുത്താതെ ആ സമയത്ത് ഭരണപക്ഷം കൃത്യമായി മറ്റൊരു അസ്ത്രം എടുത്ത് പ്രതിപക്ഷത്തിന് നേരെ പ്രയോഗിച്ചപ്പോൾ ഈ രാഹുലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു ഭയചകിതരായി പോകുന്നു. അവർക്ക് അവിടെ ആശയക്കുഴപ്പമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഭരണപക്ഷം ഒരു കെണിയിലേക്ക് അവർ പോയി വീണു എന്നാണ് നമുക്ക് സ്വതന്ത്രമായി. രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തുടക്കത്തിലെടുത്ത ആ ഒരു ആർജവം ഉണ്ടല്ലോ, നടപടിയെടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം, ആർജവം, അത് സതീശൻ്റെ ഒക്കെ ഒരു അഭിപ്രായ പ്രകാരമായിരുന്നിരിക്കണം. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ തോന്നുമ്പോൾ അതിൽ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നു ആ നടപടിയിൽ, ഒരു വിഭാഗത്തിന് ഇല്ല. അത് ഉറപ്പാണല്ലോ ആ കാര്യം. രണ്ട് വിഭാഗമുണ്ട് ആ കാര്യത്തിൽ. എന്തായാലും ഒരു ആർജവം കാണിച്ചു അവിടെ. അതിൽ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ CPM രാഹുൽ വിഷയം മറയാക്കുകയാണെന്നും അത് നമുക്കൊക്കെ അറിയാം. അവിടെ മറ വരുന്നുണ്ട് അവിടെ. അത് ഒഴിവാക്കാമായിരുന്നു കോൺഗ്രസ്സിന്. അറിഞ്ഞുകൊണ്ട് തന്നെ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയില്ലേ, അതാണ് കോൺഗ്രസ് ചെയ്തത്. ഇപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിൽ അതിജീവിത പരാതി കൈമാറുന്നു. നിമിഷങ്ങൾക്ക് മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നു. ആ നടപടികൾ തുടങ്ങുന്ന സമയത്ത് ഈ പരാതിയിൽ പറയുന്ന പ്രതിയായിട്ടുള്ള രാഹുൽ പൊതുപരിപാടികൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ വളരെ സജീവമായി പാലക്കാട് നിൽക്കുകയാണ്. ഒരു 2-3 ഷാഡോ പോലീസുകാർ ശ്രമിച്ചിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം ഈ രാഹുലിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് നിമിഷങ്ങൾക്കകം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പം ദിവസങ്ങളായി. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ്സുകാരോട് ഒളിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒളിപ്പിച്ചു, അദ്ദേഹത്തിന് പിന്നെ മറ്റാരൊക്കെ ഇടുന്നുള്ള കഥകളൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പമാണ് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണ സംവിധാനവും എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. എന്നിപ്പോൾ ഈ ബാംഗ്ലൂരിൽ കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ രാഹുലിനെ തപ്പി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ടായിട്ടും ഈ അറസ്റ്റ് വൈകിച്ചതിൽ പോലും സർക്കാരിൻ്റെ ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം പഞ്ചായത്ത് ഇലക്ഷനാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഈ അറസ്റ്റ് വെളിപ്പെടാതെ, അറസ്റ്റിന് കീഴടങ്ങാതെ മാറി നിൽക്കുന്ന രാഹുലാണ് ഭരണപക്ഷത്തിന് താല്പര്യമുള്ളത്. കാരണം ആ രീതിയിൽ ഇതിൻ്റെ ചർച്ചകളെ കുറേ കൂടി കോൺഗ്രസ് ഇതിനെ ഡാമേജിങ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ള സംഭവമാണ്. അപ്പം അവിടെ പോലും ഈ രാഹുലിനെ കൃത്യമായി ഒരു പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന അവസ്ഥയിൽ എത്തിക്കാൻ രാഹുലിൻ്റെ പഴയ സുഹൃത്തുക്കളായ പല കോൺഗ്രസ്സുകാർക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പം ഇവിടെയാണ് ഇന്ന് രാഹുൽ ഇന്നും നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതെ ഒരു ജനപ്രതിനിധി, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നാട്ടിലെ നിയമ സംവിധാനത്തെ പേടിച്ചോടുക എന്ന് പറയുന്ന ഒരു വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിൻ്റെ ദോഷവും. രാഹുൽ അങ്ങനെ പേടിച്ചോടുന്നു, ജനപ്രതിനിധിയാണ്, ആ കാര്യം ഉണ്ട്, ശരിയാണ്. പക്ഷേ രാഹുലിനെ പോലെ ഒരാളെ തേടിപ്പിടിക്കുക എന്നത് നമ്മുടെ പോലീസിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? കേരള പോലീസ് അത്ര മോശക്കാരൊന്നുമല്ല. അവരും ഒന്ന് പതുക്കെ ആവാം, ഇതൊന്ന് ലൈവായി നിൽക്കട്ടെ, തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് കരുതിയതുകൊണ്ട് തന്നെയല്ലേ അത്? അല്ല, തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സാധാരണ മനുഷ്യന്മാരെ പോലും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളത്തിൽ വലിയ താരപ്രഭയുണ്ടാകുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ പരിചിതനാണ്. കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്ക് പോലും എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസാണ് രാഹുലിൻ്റെ. ചെറിയ കാലം കൊണ്ട് അങ്ങനെ ആയ ആളാണ് രാഹുൽ. വളരെ ചെറിയ കാലം കൊണ്ട് അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ എടുത്തു പറഞ്ഞാൽ ചാനൽ ചർച്ചകളിലൂടെ ആളുകൾ അറിഞ്ഞ ആള് തന്നെയാണ് രാഹുൽ. അതെ,
അപ്പം അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുന്നതിൽ, അങ്ങനെ ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടുന്നതിൽ പോലീസ് വിചാരിച്ചാൽ നടക്കാത്തതല്ല. കാരണം ഇതിനേക്കാൾ ദുരൂഹമായ ഒരുപാട് കേസുകളിൽ ഐഡൻറ്റിറ്റി പോലും ഒരു തരത്തിൽ വ്യക്തമല്ലാത്ത സമീപകാലത്ത് എത്രയോ ക്രിമിനൽ കേസുകളിൽ പ്രതികളെ വളരെ വിസ്മയകരമായി പിടിച്ചിട്ടുണ്ട് കേരള പോലീസ്. അപ്പോൾ സ്വതന്ത്രമായി വിട്ടിട്ടുണ്ടെങ്കിൽ കേരള പോലീസിന് വളരെ വേഗത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഇത് അറിയപ്പെടാത്ത ഒരാളല്ല, വലിയൊരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് താരതമ്യേന ഈസിയുമാണ്. എന്നിട്ട് അതിനിടയിൽ കേട്ടു കഴിഞ്ഞ ദിവസം രാഹുൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു, വക്കാലത്ത് ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുന്ന ജനത്തിന് അറിയാം. ജനങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടന്മാരല്ല. അല്ല, പാലക്കാട് നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്തൊപ്പിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അയാളൊരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസ് പിന്നീട് അവശേഷിപ്പിക്കാതെയാണോ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടാവുക. ശരിക്കും നമ്മുടെ സൈബർ പോലീസ് മാത്രം വിചാരിച്ചാൽ, അവരവരുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി സൈബർ സംവിധാനത്തിലൂടെ മാത്രം അന്വേഷിച്ചാൽ ഇദ്ദേഹത്തെ പിടികൂടായിരുന്നു. അപ്പോൾ ഇന്നും ഈ നിമിഷം പോലും പോലീസ് ആത്മാർത്ഥമായൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഈ കോടതി തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടതി തീരുമാനം പറഞ്ഞിട്ടും ഈ നിമിഷം വരെ നമ്മുടെ അറിവിൽ രാഹുൽ കീഴടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇത് രാഹുലിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. ഇത് വളരെ ലജ്ജാകരമാണ്. കേരളം വളരെ നാണംകെട്ട രീതിയിൽ ആയിപ്പോകുന്നൊരവസ്ഥയാണ്. നമുക്ക് ഈ നമ്മുടെ നിയമ സംവിധാനത്തെ നമ്മൾ തന്നെ പരാജയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായും കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഇത്ര വൈകിയതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കാര്യമേ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ കൊടും കൃത്യങ്ങളെക്കുറിച്ച് സംരക്ഷിക്കുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും സംരക്ഷണ കവചം ഒരുക്കിയത് അയാളെ സംരക്ഷിക്കുന്നതിനപ്പുറത്ത് VD സതീശനെതിരെയുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധമാണെന്ന് തോന്നിപ്പോവുകയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇന്ന് ഗ്രൂപ്പില്ല എന്ന് എല്ലാവരും പറയുമ്പോഴും ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു പൊതുവായ ഗ്രൂപ്പ്, പല ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അല്ലെങ്കിൽ ഏകോപിപ്പിച്ച് വരുന്ന സംവിധാനമാണ് VD സതീശനെതിരായിട്ട് പറയുക. കാരണം അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവരുന്ന ഒരു വേറിട്ടൊരു രാഷ്ട്രീയം, ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ഒരാളാണ് VD സതീശൻ. അപ്പോൾ VD സതീശൻ പറയുന്ന വ്യക്തമായ രാഷ്ട്രീയം, ഒരു ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോലും പോയി വിശാലമായ പൊതു താല്പര്യം പറയുന്നത്, ഇതൊന്നും പല ആളുകൾ പിടിക്കുന്നില്ല. അല്ലെങ്കിൽ നാളെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ VD സതീശൻ്റെ കേരളത്തിലെ രാഷ്ട്രീയമായ വളർച്ച, കോൺഗ്രസിൻ്റെ ഉള്ള വളർച്ചയെ പേടിക്കുന്ന അദ്ദേഹം നാളെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ എന്തെങ്കിലും സ്വാർത്ഥ നേട്ടങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നി നിൽക്കുന്ന ചില മനുഷ്യരാണ് ഈ പ്രചരണങ്ങൾക്കെല്ലാം പിന്നിൽ. അല്ലെങ്കിൽ VD സതീശനെ നശിപ്പിക്കാൻ, അദ്ദേഹത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ ന്യായമായി സംശയിക്കാറുണ്ട്. പക്ഷേ ഒടുവിൽ വരുന്നൊരു വസ്തുത, മുമ്പ് പല ഘട്ടങ്ങളിൽ നമ്മൾ ഇവിടെ പരാജയപ്പെടുന്നു. അവസാനം VD സതീശൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉള്ള ശരി എന്നുകൂടി ഇതിലൂടെ വരുന്നത്. മറ്റൊരു കാര്യം, ഈ രാഹുൽ പാലക്കാട്ടേക്ക് ചെന്നാൽ തടയും, MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് BJP പറഞ്ഞിരുന്നു. DYFI ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും ഒരാഴ്ച കൊണ്ട് അതൊക്കെ അങ്ങ് മാറി. ശ്രദ്ധിച്ചില്ലേ അത്? അല്ല, അതിനകത്ത് പക്ഷെ നമുക്ക് വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ജനാധിപത്യത്തിൽ ഒരാളെ പിടിച്ചു നിർത്ത്, ഇപ്പോൾ പണ്ട് MV രാഘവനെ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് DYFI ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ മുകളിൽ ഒരുപാട് വില DYFI കൊടുക്കേണ്ടി വന്നു. 4-5 ആളുകൾ കൂത്തുപറമ്പിൽ രക്തസാക്ഷികളാവുന്ന ഒരവസ്ഥ വന്നു. അപ്പം നമ്മുടെ ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നിയമത്തിൻ്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നുള്ളൂ, അതിൻ്റെ മുകളിൽ ട്രയൽ നടക്കാൻ പോകുന്നുള്ളൂ, തെളിവുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നുള്ളൂ, നീതി നടപ്പാക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരാളെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ കുറ്റവാളിയായിട്ട് അവർക്ക് പറയാം, പ്രതിഷേധിക്കാം. പക്ഷേ വഴി നടക്കാൻ സമ്മതിക്കില്ല, പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാതെ പറഞ്ഞാൽ പറയുന്നതിനപ്പുറത്ത് പ്രായോഗികമാക്കുന്നതിൽ ഒരു ആധുനിക കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ അത്ര എളുപ്പത്തിൽ ആരോപണങ്ങളുടെ മാത്രം വെളിച്ചത്തിൽ ഒരാളെ ബലമായി പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതേക്കുള്ള വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് തീരുമാനിക്കും. അയാളുടെ എന്തെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അയാൾ തീരുമാനിക്കും, ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്നത് ശരിയല്ല, ഈ ആരോപണങ്ങൾ ഞാൻ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നു വരെ ഇതെന്നല്ല ഞാൻ വിട്ടുനിൽക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ധാർമ്മികത അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കാകട്ടെ യുവജന സംഘടനകൾക്കാകട്ടെ അദ്ദേഹത്തിന് ഫിസിക്കലായിട്ട് അവർ റെസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ സംഘർഷങ്ങളിലേക്ക്, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഭരണകക്ഷിയുടെ ആയാലും BJPയുടെ ഒക്കെ ആയാലും യുവജന സംഘടനകളൊക്കെ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്കും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്കും പോകാതിരുന്നത് പൊതുസംബോധന നന്നായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അത് കൂടുതൽ രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത്, മാസങ്ങൾക്ക് മുമ്പ് ഇത് വന്ന സമയത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആ ഒരു സമയം കൊണ്ടല്ലോ,
ഉണ്ടല്ലോ, അന്ന് MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ പറയണമെന്ന് പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് പറയാതിരുന്നതിൽ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതായത് അഥവാ രാജിവെക്കുകയാണെങ്കിൽ രാഹുൽ അതിന് തയ്യാറാവുകയാണ്. ഒരു പക്ഷേ രാഹുൽ തയ്യാറാവില്ല, അതൊരു പ്രശ്നമാണ്. രാഹുലാണ് തീരുമാനിക്കണം. രാഹുലിനൊപ്പം ഒരു വിഭാഗം നിന്ന് അത് 2 ഗ്രൂപ്പായി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, രാഹുൽ തയ്യാറായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങാനും വന്നാൽ, പാലക്കാടാണ് BJP നോക്കിയിരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്, ആ ഒരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പരാതി, ആ കുട്ടി പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 8 ദിവസമായിട്ട് രാഹുൽ ഒളിവിലാണ്. ഈ സമയത്തൊക്കെ അങ്ങനെ ഒരു പേടി വേണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തായാലും രാജിവെക്കാൻ പറഞ്ഞാലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പും ഒന്നും നടക്കാൻ പോകുന്നില്ല, അതിനുള്ള സമയമില്ല. ആ സമയപരിധി കഴിഞ്ഞതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ മാസങ്ങളേ ഉള്ളൂ. അതിനിടയിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പില്ല. അന്ന് അങ്ങനെ കാരണം പറയാമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് കയ്യിൽ നിന്ന് പോയാൽ ആ ഒരു പേടി ശരിയാണ്. പക്ഷേ ഇപ്പോൾ അതല്ലായിരുന്നു അവസ്ഥ. എന്നിട്ടും എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അല്ല, നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ ഡിസംബറിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരിയോടെ അവിടെ സ്ഥാനാരോഹണമായി. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിയമസഭ ഒരു ദിവസം പോലും വിളിച്ചു നോക്കാനുള്ള ഒരു സാഹചര്യം പോലും വരുന്നില്ല. ഇപ്പോൾ പോലും ഈ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നിയമസഭയിലെ സാന്നിധ്യം അസാന്നിധ്യം ഒന്നും ഒരു പ്രശ്നമല്ല. പല ലെവലിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത BJP തീർച്ചയായും നേട്ടം കൊള്ളുമായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത കോൺഗ്രസ് ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു വശമുണ്ട്. പക്ഷെ ഒപ്പം തന്നെ അത് മാറിക്കഴിഞ്ഞ സാഹചര്യത്തിലും എത്രയും പെട്ടെന്ന് ഇയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങളും കൂടി പ്രവർത്തിച്ചിരുന്നു. ഞങ്ങളും കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും കർക്കശമായ നടപടിയെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ 50% മുകളിലുള്ള വോട്ടർമാരുടെ വനിതാ വോട്ടർമാരോട് നിങ്ങളോടൊപ്പമാണെന്ന് കാണിക്കാനുള്ള ഒരു വലിയൊരു അവസരം കോൺഗ്രസ് കളഞ്ഞു കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കുക. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. ആ സമയത്താണ് ഈ വിഷയമൊക്കെ വന്നു കയറിയത്. ഇപ്പോൾ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് 9-ാം തീയതിയാണ്. ചൊവ്വാഴ്ച നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയം കോൺഗ്രസിനെ ബാധിക്കുമോ? അത് കൂടുതൽ ചർച്ചകളിലേക്ക് ഇനി വരുമോ? വോട്ടർമാരിലേക്ക് വരുമോ? അത് വോട്ടുപെട്ടിയിൽ വോട്ട് വരുമ്പോൾ അതിനെ ബാധിക്കാനുള്ള സാധ്യത താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇതിൽ ഒന്നാമത്തെ കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുക. ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടലോര മേഖലയിലുണ്ട്, മലയോര മേഖലയിലുണ്ട്, ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കടൽ കയറുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പത്രങ്ങളിലോ ചാനലുകളിലോ വരുന്നതിൻ്റെ അപ്പുറത്ത് പോലും ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പല കാരണങ്ങളിൽ ഒന്നായിരുന്നു ഈ രാഹുലിൻ്റെ പ്രശ്നം. പക്ഷേ ഇതിലിപ്പോൾ കോടതി ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതൊരു സ്ത്രീ സംബന്ധിയായ വിഷയമാണ്. തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാർ ഇത് എങ്ങനെ എടുക്കും? അതൊരു വിഷയമല്ലേ? തദ്ദേശമായാലും നിയമസഭയായാലും ലോക്സഭയായാലും സ്ത്രീ വോട്ടർമാർ ഒരു ഘടകമല്ലേ? പക്ഷേ ഇതിനകത്ത് എന്ത് തന്നെ ആയാലും ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ അവസാനം കോൺഗ്രസ് ഒരു മാതൃക കാണിച്ചു. അവസാന നിമിഷത്തിലെങ്കിലും അദ്ദേഹത്തിന് നടപടിയെടുത്തു. ഇനി എടുക്കാൻ നടപടിയൊന്നും ബാക്കിയില്ല. ഒപ്പം തന്നെ മറുവശത്ത് ശബരിമല പോലുള്ള ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് വൈകാരികമായ പ്രശ്നങ്ങൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്നുമുണ്ട്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എല്ലാ കാലത്തും ഒരു വിഷയത്തിൽ മാത്രം സ്റ്റക്കാവുകയല്ല. പിന്നെ ഈ ഒരുപാട് വനിതകളടക്കം സ്ഥാനാർത്ഥികളാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരുപാട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിട്ട് ഈ ചർച്ചകൾക്ക് നിന്നു പോകാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഒപ്പം തന്നെ ഈ ശബരിമല പോലുള്ള കാര്യങ്ങൾ ഇത്രയും നാളുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണിച്ചുകൊണ്ട് ഡൈവേർട്ട് ചെയ്ത വിഷയങ്ങളിലേക്ക് സർക്കാരിനും ഭരണ സംവിധാനത്തിനൊക്കെ തിരിച്ചു പോകേണ്ടി വരും. അവർക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ കൂടി കാര്യങ്ങൾ പോകും. കാരണം പിന്നെ മാധ്യമങ്ങളാണെങ്കിലും ഒരുപാട് നാളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പോയിട്ട് ഇന്നാണ് ഇപ്പോൾ അതിനകത്തൊരു വലിയൊരു തീരുമാനം ഉണ്ടായതിൻ്റെ അടുത്തതിനൊരു വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം കീഴടങ്ങുകയോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയം കൂടിയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള കുറേ കൂടി ഈ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. തീർച്ചയായും ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക? തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എങ്ങനെയായിരിക്കും പോവുക എന്ന് നമുക്ക് നോക്കിക്കാണാം. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചത്. താങ്ക് യു.